ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര തിരിച്ചുവരവാണ് FC ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത്. 2 ഗോളുകൾക്ക് പിറകിൽ പോയ FC ബാഴ്സലോണ 4 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് വൈരികളായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. മത്സരത്തിന്റെ 45-ാമത്തെ മിനിറ്റിൽ ജൂലിയാനോ സിമിയോണയുടെ അസിസ്റ്റിൽ നിന്നും ഹൂലിയൻ ആൽവരസ് ഗോൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് 70-ാമത്തെ മിനിറ്റിൽ സോർലോത്ത് ബാഴ്സക്കെതിരെ വീണ്ടും ഗോൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് 70-ാമത്തെ മിനിറ്റിൽ. പക്ഷെ പിന്നീട് ബാഴ്സയുടെ ഒരു തിരിച്ചുവരവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. റോബർട്ട് ലെവൻഡോസ്കി 72-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടി. പിന്നീട് ഫെറാൻ ടോറസ് ഹെഡറിലൂടെ ഒരു ഗോൾ കണ്ടെത്തുകയായിരുന്നു. അത് 78-ാമത്തെ മിനിറ്റിലായിരുന്നു. പിന്നീടാണ് ലാമിൻ യമാലിന്റെ ഗോൾ പിറക്കുന്നത്. 92-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം ആ ഒരു തകർപ്പൻ ഷോട്ടിലൂടെ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് 98-ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസ് ഒരിക്കൽ കൂടി വല കുലുക്കിയതോടെ FC ബാഴ്സലോണ വിജയം ഉറപ്പാക്കുകയായിരുന്നു. ഏതായാലും ഡിയേഗോ സിമിയോണിയുടെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇങ്ങനെയൊന്ന് ഉണ്ടായിട്ടില്ല. അതായത് ഡിയേഗോ സിമിയോണി അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പരിശീലകനായതിനു ശേഷം ആദ്യം 2 ഗോളുകൾ ലീഡ് നേടിക്കൊണ്ട് പിന്നീട് പരാജയപ്പെടുന്ന ഒരു കാഴ്ച അത്ലറ്റിക്കോ മാഡ്രിഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. പക്ഷെ അത് ഇപ്പോൾ ബാഴ്സ അവർക്ക് നൽകിയിരുന്നു. മാത്രമല്ല 17 വർഷത്തിനിടെ ആദ്യമായിക്കൊണ്ടാണ് ഇത്തരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെടുന്നത്. അതായത് 2 ഗോളിന്റെ ലീഡ് നേടിയതിനു ശേഷം അത്ലറ്റിക്കോ മാഡ്രിഡ് അത് കളഞ്ഞു കുളിക്കുന്നു, പിന്നീട് പരാജയപ്പെടുന്നു. അത് 17 വർഷത്തിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് ലാലിഗയിൽ സംഭവിക്കുന്നത്. 662 ലാലിഗ മത്സരങ്ങൾക്കിടയിൽ ആദ്യമായിക്കൊണ്ടാണ് സംഭവിക്കുന്നത്. നേരത്തെ 2007 വിയ്യാറയലിനെതിരെ നവംബറിൽ നടന്ന ഒരു മത്സരത്തിൽ 2 ഗോളുകളുടെ ഒരു ലീഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് എടുത്തിരുന്നു. പിന്നീട് 4-3 അവർ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അതിനുശേഷം ആദ്യമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തോൽവി ഇപ്പോൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഏതായാലും ഈ തോൽവി അത് അത്ലറ്റിക്കോയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.